ബിന്ദുവായിരുന്നു അവളുടെ സ്റ്റിക്കർ. ഇന്ന് ബാക്കി ഒന്നുകൂടെ പാക്കിംഗ് ഉണ്ട്. കൂട്ടുകാരുടെ കുറച്ച് ഐറ്റംസ് കൂടെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ട് സൗണ്ടിങ് ചെയ്തു. ഇതും നമ്മള് മാറ്റേണ്ടിയിരിക്കുന്നു. ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ സങ്കടത്തോടെ ആണെങ്കിലും ഇത് തരാം. സ്നേപ്രോട്ടി ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നതല്ലായിരുന്നു. സാരമില്ല. ആ ഷെയ്ക്കർ നീ എടുത്ത ചുമല ആ ബാഗും എന്റെ ആണ്. ഗൂയിഷ് വിത്ത് കുറച്ച് ഉറപ്പിച്ചോ? ഇത് കൊണ്ടുപോകണ്ടെന്ന് ഉറപ്പിച്ചോ? അത് ഉറപ്പിച്ചു. ഇതിന്റെ ചാർജർ ഏതാ കൂട്ടാ? അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചോ. അതിന്റെ ചാർജറൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞ് വെറി. നീ പോയി കഴിയട്ടെ. ഇത് ഇവരെടുത്ത് തന്ന ഷർട്ട് വേറെപ്പം കൊച്ചുണ്ട്. ഇതും കൂടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുത്തിക്കയറ്റാം. ഇത് കോളർ വടിയാവും മിക്കവാറും. തേക്കണ പരിപാടി നമുക്കില്ലോ. അതും കൂടെ ഇതിനകത്ത് കേട്ടാ. അമ്മരുടെ സംരംഭത്തിന് പ്രൊമോഷൻ ഇവിടുന്ന് കേരളത്തിൽ. വേണ്ട വേണ്ട, അതിനകത്ത് കിച്ചൺ സ്കെയിലുണ്ട്. സ്കൈ ബാഗ് എടാ, പക്ഷെ ഇതിനകത്ത് വേറെ ടാസ്ക് ഉണ്ട്. വേണ്ട വേണ്ട, അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ബാഗും ഷെയ്ക്കറും പ്രോട്ടീനും തന്നു. എനിക്കൊന്നും കിട്ടിയില്ല ഉണ്ണിക്കുട്ടാ. നിന്റെ നിനക്ക് ഞാൻ എന്റെ അടുത്ത് ഒരു നോക്കി വെയിറ്റ് നോക്കി. ഞാൻ പൊക്കില്ല, കോമഡി ആവും. കുറഞ്ഞോ കാപ്പിരി? അപ്പൊ എന്തൊക്കെയോ തൂക്കിടാ. 22 നോട്ടാ. അതിനൊന്നും കേറത്തില്ല. അല്ല, ക്യാപ്പൊന്നും വെച്ചില്ല അമ്മമാരുടെ. 5 5 1 2 3 4 5 ക്യാപ്പൊക്കെ തല വെച്ച്. ഇവൻ ഏതാണൊക്കെ മോണിക്ക. ഞാൻ എടുക്കണം. ഇതാണ് കനിഹ NS. മറ്റേ ഉണ്ണിക്കുട്ട മോനെ പറ്റി എന്താ അഭിപ്രായം? സാധനം സ്റ്റിക്കറാകട്ടോ. 2:30. ഫോട്ടോ ഇപ്പൊ കഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. സംസാരിക്കുന്നവർക്ക് ഫ്രെയിം ഔട്ട്. എന്താ നിന്നെ ഫ്രെയിമിൽ കയറ്റണ്ടാതെ? എന്നാ കഴിക്കണേ? കയ്യിലൊക്കെ എന്താ? റംബൂട്ടാനല്ലേ? എന്താ ഇങ്ങനെ ഇരിക്കണേ? അത് നമുക്കറിയാം. ഈ അശുലഭ നിമിഷത്തിൽ അശുലഭ നിമിഷത്തിൽ ഇതെല്ലാം പറയുന്നത് കാർത്തിക് NS ആണ്. കാപ്പിയുടെ ഡ്രസ് കൊണ്ടുവന്നു, എല്ലാമായി കൊണ്ടുവന്നു. അതല്ല, എനിക്ക് ബാഗി ജീൻസ് ഇടണം. കാപ്പിയുടെ മോൻ ലീവൊക്കെ എടുത്തെന്ന് പറഞ്ഞു. അമ്മാര് ഭയങ്കര മന്തി കഴിക്കാൻ പോയി കാണാം. എന്തോ അവരേത് വേണ്ടി? ഉണ്ണിയുടെ ബൈക്കിനാ. 2-3 ടീഷർട്ട് ഇരിപ്പുണ്ടല്ലോ, എടുത്തു. ഇനി പാക്ക് ചെയ്ത് ഗ്ലാസ് അല്ലേ, പിന്നെ ഞാൻ കൊണ്ടുപോണ്ടി വരും. ഇത് ഇപ്പൊ ലോക്ക് ചെയ്ത് വെക്കണ തന്നെ ഇവിടുന്ന് ആ സാധനം പോണ്ടി.
എടുക്കാം. ഇതും കൂടെ നിട്ട് നോക്കിയിട്ട് വേറെ എടുക്കാം. എന്താന്നറിയോ, എന്തായാലും ഞാനൊക്കെ കയറും. ഇപ്പൊ ഇങ്ങനെ രണ്ടുമൂന്നെണ്ണം വരുമ്പോഴേ രാശിയില്ല എന്നൊക്കെ പറയുന്ന പോലെയാണിത്. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ബാറ്റിന് രാശിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വരെടുത്ത് 2ാം ബോൾ ഔട്ടായതാ. അത് ഞാൻ കളയില്ലടാ. ആരാ പറയണേ? ഒരു റണ്ണെടുക്കാൻ പറഞ്ഞു ഇവനോട്. ഞാൻ ഇല്ല, അവൻ കളിക്കാൻ അറിയില്ലെന്നെങ്കിലും പറഞ്ഞു. അത് വേണ്ടായിരുന്നു. നീ പറഞ്ഞ എന്താ ഈ അടിച്ച് തോക്കുവാ. ആരും വിളിച്ചില്ല. ബെല്ലാമ്മ വിളിക്കണായിരിക്കും. നീ എവിടെയാ നീ വെച്ച് വിളിക്കണേ? നീ വന്നില്ലേന്ന്. ചിറ്റാനെ ഒന്നുകൂടെ ഈ സാധനം കൂടെ മടക്കണം. അമ്മച്ചേ, അമ്മ അങ്ങനെ വിളിക്കാതെ. കടിമാന്റെ സംഭാവന. ആ ചാച്ചനെ മേടിച്ച ബിരിയാണി. അയ്യോ നാളെ ക്ലാസ്സിലല്ലോ. ഇന്ന് നാളെ അവധി എടുക്കാൻ. നാളെ കിട്ടിയല്ലേ ഞാൻ എന്നാ എടുത്തത് നാളെ അവിടെ 4-5 പേരാ കിട്ടില്ല. കാണിക്കാത്ത അത് കൊള്ളാം. ഇത് ടാഗിന്റെ വെയിറ്റ് കൂടുന്നൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു. അത് സ്ലീവ്ലെസ് ജിമ്മിലിടാൻ നൈസാ. ലോക്കാ. പക്ഷെ മോൻ മേടിച്ച പള്ളിപ്പെരുന്നാളല്ലാതെ നല്ലൊരു സെലക്ഷൻ ഇതാ. മുത്തിന്റെ കല്യാണത്തിനാണ്. നല്ല കാര്യം. അതിടും. അകത്തിട്ടിട്ട് അതിന്റെ മേലെ റെഡ് ഇടും. അത് മാക്സിമം അങ്ങനെ ഇടാൻ നോക്കണേ. അതായത് ഇത് ജീൻസ് ഇടും, ഈ ബനിയൻ അതിന്റെ മേലെ ഇപ്പൊ നമ്മള് എടുത്തു വെച്ചേക്കണ ജാക്കറ്റ് എടുക്കും. ജാക്കറ്റ് മറ്റേ കട്ടിയുള്ള ജാക്കറ്റും ഉണ്ട്. ആ ബാ, നമ്മള് 28-ാം തീയതി നിച്ചാനും സിനിമയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. അപ്പോ അന്ന് ഞാനിവിടെ ഇല്ലാത്തോണ്ട് അല്ല ആ കേക്ക് മുറി മോനും. ആ അത് ശരിയാലോ. ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തേക്കുക. ജസ്റ്റ് ഒരു ആ കഴുത കളിക്കാൻ പറ്റിയ കഴുത. ഒരു വിഷമം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഉണ്ണിക്കുട്ടൻ മൂണപ്പറ്റിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരു വിഷയമില്ല. ഫോട്ടോയിൽ ഇച്ചിരി ഇത് കടിക്കും, ഡാർക്കായി പോയി. അതല്ല അന്ന് ഇത് കടിക്കും ബന്ധുവായിരുന്നു. എന്നിട്ട് സാരി എടുത്തിട്ട് പക്ഷെ ഡാൻസറിന്റെ ഫോട്ടോ ചെയ്തു വരും. ഇത് അവൻ കണ്ടിട്ടില്ല ഇതുവരെ. സ്വർണ്ണക്കാരൻ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ പറ, കണ്ടിട്ടില്ല. അവൻ എഡിറ്റ് ചെയ്യുന്ന നേരം കാണുമ്പോ എന്നെ ഇത് ഒരെണ്ണം ഞാനല്ല പോകുന്നേ. നിന്നെ എടുക്കണ്ട. നീ മെയിനല്ല, നീ ബാംഗ്ലൂരിലുള്ള 22-25. ഓക്കെ. ആ പിന്നെ അത് പിന്നെ എന്താ ആടിയത്? നമ്മളില്ലല്ലോ. ആടിയതില്ല ഒന്നും. കുറയ്ക്കല്ലേ ഇത്? കുറയ്ക്കല്ലേ ഇത്? അത് ഞാൻ നോക്കി. അല്ല ഇത് കൂടി അവന്മാരുടെ ക്യാപ്പും ബനിയനും എല്ലാം കൂടി ഇതാലോ. ഇതന്നെ അവിടെ തന്നെ അറിയാൻ പാടില്ല. അതാണ് എല്ലാ പെൺപിള്ളേരും ഒരുമിച്ച് കുടുംബശ്രീ ആലോ. 600. ആ അല്ലേലും അത്രയും ഷൂവിന്റെ കാര്യമില്ല കേട്ടോ. ടിക്കറ്റ് ആദ്യം അവിടെ ചെന്നിട്ട് നമുക്ക് ഒന്നും മേടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. അതേതാ? ആ മറ്റേത് 22-38. സെറ്റ്. So it's done. Thank you. അവനും മറ്റും വന്നായിരുന്നെങ്കിൽ നമുക്ക് കേക്ക് മുറിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാ ബെറ്റർ. മൊത്തം ഒരു ഗ്ലേസിംഗ് സെറ്റപ്പ് ഉദ്ദേശിക്കണമെങ്കിൽ റൈറ്റും, മഞ്ഞ ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ ഒരു മോഡേൺ ടൈപ്പ് ഉദ്ദേശിക്കണമെങ്കിൽ ഇത്. അവളുടെ സ്റ്റിക്കർ ഇതിലേതാന്നല്ലേ?
മഞ്ഞ ബ്ലൗസ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. നമുക്കിത് ഫിക്സ് അവളെ എടുത്തിട്ട് വന്നത് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് കുഞ്ഞാറ്റേ എല്ലാം എടുക്കാം. നീ എടുത്തോ, നീ എടുത്തോ. ഇതിപ്പോ ആരാ പോണേ? ഞാനാണോ നീയാണോ പോണേ? നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുക്കാൻ കൊണ്ടുവന്നേ. ഒരു ഷൂ, ഒരു പാന്റ്, ലോട്ടറി വീണാണ്ട് ശരിക്കും പറഞ്ഞ. വെയിറ്റ് കുറക്കാണല്ലോ നോക്കാം. ഇല്ല എല്ലാം കറക്റ്റായി, തൂക്കി എല്ലാം സെറ്റായി. നീ തന്ന എന്നെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു, നിന്റെ സെലക്ഷൻ സാധാരണ ഇങ്ങനെ വരാറില്ല, തിളക്കവും പച്ചയ്ക്ക് വരാറ്. ഇത്തവണ നല്ലായിരുന്നു. ഇത് നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ മോന്റെ സെലക്ഷൻ മറ്റേ വെഡിങ് ആനിവേഴ്സറി ഞാൻ പോയി കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ ഒരു കേക്ക് മാത്രം ഇന്ന് മുറിക്കാൻ ഓർത്തിട്ടാ. ഇല്ല, നിങ്ങൾ വരാൻ പറ്റില്ല. നിങ്ങൾ അന്നേരം അവിടെ കിടന്ന് നീരാടും. എപ്പ പോയതാ? ഞാൻ എന്താ അതിൽ രണ്ട് നിന്നെ വിളിച്ചു വിളിച്ചാ മതി. വിഷ്ണു ഇപ്പൊ എന്നതാ ഇപ്പൊ എടുക്കണ്ട? ഞാനിപ്പോ ഇത് എനിക്ക് വേണം. വളരെ ഇത് കൊണ്ടോ കഴുതാക്കി കുഞ്ഞാ വേണോ? അവന്റെ അഹങ്കാരം. എന്ത് എന്റെ മോനെ, അത് ഇങ്ങനെ പൊക്കിയാ മതിയടാ. കഴുത്തൊക്കെ കിട്ടോ എന്നെ റാൻഡിവാട്ടിനൊക്കെ. എടാ അങ്ങനെയല്ല, ഇത് ഇത് ജയിക്കണ ആള്. അവനത് എത്തത്തില്ല. ആദ്യം ഇത് കുറയ്ക്കണം, അന്നത്തെ കേട്ട്. 3 മാസം നോക്കിക്കോ. നീ പോയിട്ട് തിരിച്ചു വരുമ്പോ 6 പാക്ക് ആയിരിക്കും. കാണിക്ക് ഇപ്പത്തെ പാക്ക്. അടുത്ത ആഴ്ച വന്നിട്ട് ഞാൻ ചോദിക്കാം 6 പാക്ക്. വീട്ടിൽ തൂക്കാൻ ജിമ്മി കൊടുക്കാം. ഓലക്സിലൊക്കെ ഇടുക. അവിടെ ഒത്തിരി പേർക്ക് ഇല്ല. എന്നാ മോനെ നിന്റെ പ്രശ്നം എന്താ? അറിയില്ല. ഒരു ബാഗ്, പ്രോട്ടീൻ പൗഡർ, കുറച്ച് മൾട്ടിവിറ്റമിൻ. അവൻ പണിയെടുക്കുന്നുണ്ട്. അവൻ ജിമ്മിൽ പോകുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. നീ 2 ആഴ്ച പോയിട്ട് ചവിട്ടി. 5 മന്തി ഇല്ലാതിരിക്കണേ. കൺസിസ്റ്റൻസി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. പ്രോട്ടീൻ പൗഡർ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ കേട്ടോ. പ്രോട്ടീൻ എല്ലാവർക്കും എല്ലാ ബാഗും കോമാളി കഴുതക്കോമാളി. ഇവരെ ക്ലാസ് അതാണ് നീ മണ്ടൻ. മണ്ടനല്ല, അത് ഒളിപ്പിച്ചു വെച്ചിട്ട് നീ എഴുതിയില്ലേ? എടാ അതെന്താ എന്താ എന്താ മോനെ നീ പറ എന്നെ ചപ്പാത്തി കള്ളിന്ന് പറഞ്ഞു. അടിക്കും. സുഹൃത്തുക്കളെ ഇതെന്ത് കോമാളി. എടാ നമ്മളൊക്കെ ആടില്ല. കഥ പറയാനാ. റീൽസ് ഉണ്ട് കേട്ടോ. മോന എന്റെ ഇട്ടുപോയ മാല തിരിച്ചു കൊണ്ടുവന്നു. പിള്ളേര് ഇവിടുന്ന് പോകുമ്പോ ഒരു ഊരിയൊക്കെ വയ്ക്കും കേട്ടോ. എന്നിട്ട് പറയും അയ്യോ ഞാൻ ഊരി വെച്ചല്ലോ. ആ മറ്റേ ഫോട്ടോ ഈ മാല നീ എടുത്തോ. ഇത് 2 കിലോ ഉണ്ട്. എന്റെ കട്ടു കാണിച്ചത് 2 കാണിച്ചതാ. നിനക്ക് ഇനി എല്ലാം വേണം. ഇതൊക്കെ കുഞ്ഞാരുടെ വാച്ച് എന്ത് വാച്ച്, സ്മാർട്ട് വാച്ച്. കുഞ്ഞാരുടെ ഒന്നും അല്ല എന്റെ. അത് എന്താ എന്താ ആ മാലയൊക്കെ ഓരോ ആ സാധനം ഒന്ന് അടിക്കുന്നത്. നീ ഇരിച്ച വയറാവേ ചതി ലുക്കാണ് അറിയുമോ നിനക്കിത്? നിനക്കടിപൊളി കാണിച്ചോ. കേക്ക് കട്ടി വേണോ? നിനക്ക് ചേരൂടാ. വേണമെങ്കിൽ എടുത്തോളാം. വൈകിട്ട് ഓട്ടം പരിപാടിയും ചെയ്യായിരുന്നാ മതി. കാരണം ആ സാധനം എന്നെ ലുക്കാണ് നിനക്ക്. ഇങ്ങനെ വന്നിരിക്കുമ്പോ റാംബോ വാടാ പോകലിടാ. നീ തന്നെ പറയാണ് നീ കോമാളി.
സന്തോഷ ജന്മദിനം. ആ നല്ല കീറല്. ഇത് മുറിച്ചല്ല തിന്നാൻ തരുള്ളൂ. എന്നാ പിന്നെ സർപ്രൈസ് തന്നെ പറഞ്ഞു 2 ദിവസം മുന്നേ പറയാം. തലമുടിയൊക്കെ ശരിയാക്കി ഇതൊക്കെ വൈറലാവുന്ന സാധനങ്ങളാണ്. ഏതാ മുറിക്കല് ലാഗാക്കിയതാ. ഏതാ നീയാണ് കോമാളി. അതെനിക്ക് മനസ്സിലായില്ലേ? എന്താ ബ്രോ? എനിക്കും കൊടുക്കണം. ഇച്ചിരി മാറിക്കാരൻ വീഡിയോ ആയിട്ടാണ്. ഉണ്ണിക്കല്ല, എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാനാണ് ഇവിടെ ക്യാമറ. ഒടിച്ചൊക്കെ നിങ്ങളുണ്ടോ? ഏതാ സാധനം കുഞ്ഞാറ്റയ്ക്കൊന്നും വേണ്ട, എനിക്ക് വേണം. ചെറിയ പീസ കഴിക്കണന്റെ അവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, എന്നാ കട്ട് ചെയ്യാല്ലേ. മന്തിനെ കുറിച്ച് എന്താ പറയാ? മന്തി നല്ല മന്തിയായിരുന്നു. അൾട്രീമില് എനിക്ക് പൊട്ടുണ്ടാക്കി തരൂ. അമ്മച്ചി പുട്ട് മോന്ന് കാണിച്ചോളി. വാട്ടായ ഓടേ ഓണർ കണ്ടിരിക്കണം, ഓണർ കണ്ടിരിക്കണം. ഗൈസ് നമ്മൾ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോടാ പോടാ പോടാ, പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഇല്ല പോരാ പോരാ. ആ ഗൈസ് സെൽഫി ഒക്കെ ഇതിനകത്ത് പറഞ്ഞാൽ മതി. എന്നാ യൂട്യൂബ് ഫേമസ് ആവും പറ്റി. ആശുപത്രി കൊണ്ട് കാണിക്കാം, സത്യമായിട്ടും പറഞ്ഞ. അയ്യോ തിമിംഗല സ്രാവ്. എനിക്കറിയാം, എനിക്കിഷ്ടല്ല. ഞാൻ കറുപ്പ് മെക്കലല്ലേ. ഉണ്ണി എടുക്കട്ടെ. ഉണ്ണിനെയും കാണണം. മെയിൻ ഉണ്ണിയാണ് മെയിൻ ആള്. ഉണ്ണിയില്ലാതെ ഇങ്ങോട്ട് ഇങ്ങനെ അടുത്തോ. ഈ ഒരു മഞ്ഞ മനുഷ്യനെ കണ്ടു. അത് ഇവനെടുക്കട്ടെ, ഇവനെടുത്തില്ല. എന്റെ ഐറ്റംസ് തൂക്കിക്കൊണ്ട് പോണേ, ഇവനെടുത്തില്ല. സമ്പാദ്യം നിന്റെ ബാഗ് എന്തി? അതല്ല, അവക്ക് ഞാൻ ഒരു ബാഗ് കൊടുത്തായിരുന്നു. അതിപ്പോ അവള് തപ്പിക്കൊണ്ട് നടക്കണേ.
ഇതിന്റെ അടിയിലായിരുന്നു. ആ ഇതല്ലേ ആ അത് തന്നെ. ഞാൻ ചില്ലറയൊക്കെ എടുത്തോ? ഒരു സെൽഫിയും കൂടെ എടുക്കണം ഉണ്ണിക്കുട്ടന്റെ കൂടെ. വരുമ്പോ കാലിയായിട്ടാ വന്നേ. എനിക്ക് ബാഗ് കിട്ടിയില്ല. എല്ലാവർക്കും എനിക്കും വേണം. ജലദോഷിക്ക. ആ താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് അവിടെ സാമ്രാജ്യം ഉണ്ടാക്കണം. ഡയമണ്ട് ആസ് പിടിച്ചാലോ കൂട്ടറാ നീ ഇടല്ലേ അതാ ഞാൻ ചോദിച്ചേ. നെക്സ്റ്റ് ജിം. ഒരു പ്രവാസിയുടെ കഷ്ടപ്പാടാണ് കാണുന്നേ. രണ്ടാമത് ബീനറായിട്ട് തോറ്റു ഗൈസ്. മാത്രം കിട്ടിയില്ല. ഗൈസ് ഉണ്ണിക്കുട്ടിനെ പോണേന് നമുക്ക് വിഷമില്ല, പക്ഷെ ഈ പെട്ടി പോണേന് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതെനിക്കൊരു നോട്ടം ഉണ്ടായിരുന്നു, ശിവൻ പോയി. അടുത്ത വരവിന് ഇത് നോട്ടണം. എന്നേക്കാ കൂടുതൽ ഡ്രസ് എടുക്കാനുള്ള ഇടാനുള്ളത് ഇവനാ. ലീവൊക്കെ എടുത്ത് വന്നേക്കണത് കൊണ്ടോടാൻ. രണ്ടുപേരുടെയും 3 ജീൻസാ ഉണ്ടോന്ന്. മോൻ പാരച്ചൂട്ടല്ലാത്ത പാൻറ് ഇടുന്നത് ഇപ്പോഴാട്ടോ. കൊണ്ടുപോകുന്നു പറയല്ലോ കേട്ടോ. കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. യജാതി ഇത് ഫോട്ടോഷൂട്ടിന് പോണാണോ എന്നെ കൊണ്ടുപോടാൻ പോണോ? സോക്സ് ഇട്ടുവാണേ. എനിക്ക് ബെൽറ്റ് ഇല്ല, പ്രശ്നമായിട്ട് എന്നെ കൂടെ കൊണ്ടുപോകോ? പ്രമോഷനായി. പ്രമോഷൻ കല്യാണ റിസപ്ഷന് വരുന്നത് 2 ടീമുകളിത്. ഇതിന്റെ കല്യാണത്തിനൊക്കെ തിളങ്ങണ ഷർട്ട് കയ്യുമുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് വന്നവനാണ് 3 മണിക്ക് എയർപോർട്ടിൽ പോകുന്നത്. അതല്ല, ഈ സാധനം ഇട്ടിട്ട് മച്ചാനെ കാലൊന്ന് ചുരുട്ടി പിടിച്ച് മറ്റേ പാരച്ചൂട്ട് വല്ല പിടിച്ചു. പിന്നെ കൊടുക്കുക വരുമ്പോ പോയി മേടിച്ച് കൊണ്ടുപോയി. ഇവൻ മാല എടുത്തിട്ടിട്ട് പിന്നെ തിരിച്ചൊന്നുമില്ല. കാര്യമില്ല, എന്നെ പരിഗണിക്കും. ഞാനിപ്പോ ഉള്ളല്ലോ നിന്നെ പരിഗണിക്കാൻ ഇതേ കൊടുക്കാനുള്ളൂ. ഹെൽമെറ്റ് ഇടുമ്പോ ഹെൽമെറ്റ് ഇല്ലാത്ത നിനക്കെന്തിനാണ് ഹെൽമെറ്റ് മേടിക്കുമ്പോ ഇട്ടോളാം. ഒന്നുമില്ല എന്നെ തൂക്കുകയും ചെയ്തു. ഒരു മാല, ഫുൾ സ്ലീവ് ടീഷർട്ട്, പിന്നെന്താ? പിന്നൊന്നുമില്ല അല്ലേ? പിന്നെ ഉണ്ടല്ലോ ഒരു സ്പ്രേ സ്പ്രേ കാപ്പിരിക്കോ? ഒരു ഷൂ പിന്നെ സ്കിൻ കെയർ, സൺസ്ക്രീം, ഒരു മോയ്സ്ചറൈസർ, വിഷ്ണുവിന് ഒരു ബാഗ്, ഒരു പ്രോട്ടീൻ പൗഡർ, ഒരു മോയ്സ്ചറൈസർ, വിറ്റാമിൻ ഇ, പിന്നെ കുറെ ഗുളിക, മറ്റേ അർത്ഥമാല, കാപ്പിരി, എനിക്ക് ഷർട്ട്, ആ ബൂട്ട് അല്ലേ? ബ്രോ സോറി ബ്രോ, ഇവിടെ പടിയാപോയി. അഞ്ചേട്ടേക്ക് വീഡിയോക്കകത്ത് ഒഫീഷ്യൽ എൻട്രി കിട്ടുമെന്ന് നോക്കിയതാ. പെട്ടെന്ന് പറഞ്ഞു.
ബേബി അടുത്ത വലിയ ഇഷ്ടപ്പെട്ട പറഞ്ഞാല് ഉരുത്തലോടൊന്നും ഉണ്ടാകാതെ എല്ലാരും കൂടെ കേറൂ. ഓക്കെ 1 2 3 4 5 6 ചാരി ഇരിക്കാനുള്ള ചെറിയൊരു ചാരി ഒരു സുഖക്കുറവുണ്ട് പുറകിൽ മാത്രമേ ഉള്ളൂ. കോസ്റ്റ്യൂമൊക്കെ എടുത്തിരിക്കണോ എയർപോർട്ടിൽ പോണം 3 ഇതില്ലേ ഇത് മറ്റേ ബെൽബോട്ടം അവസാനം കയറി അകത്തിരിക്കാതെ ഒരു കുഴപ്പവും ഇല്ലായിരിക്കെ അലഞ്ഞിപ്പള്ളി അലഞ്ഞിക്കാ ഉറക്കം കഴിഞ്ഞതൊക്കെ അറിയോ മിസ് ചെയ്തിട്ടോ ശരിക്കും മോനെ പോകണ്ട 7:55 ഫ്ലൈറ്റ്. അങ്ങനെ കാത്തിരിവിനൊടുവിൽ നമ്മുടെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് വന്നു. 9:30 ഇനി ഇതിൽ യാത്ര ചെയ്ത് മുംബൈയിലെത്തിയിട്ട് വേണം നമുക്ക് അവിടുന്ന് UK പോകാൻ. ഇൻഡിഗോയിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചും ഒരു ചിപ്സ് ഐറ്റവും ഒരു ജ്യൂസും ഒരു നട്ട്സ് ബാറും. അങ്ങനെ ഞാൻ മുംബൈയിലെത്തി. പക്ഷേ മുംബൈയിൽ ഒന്നും തന്നെ ക്യാപ്ചർ ചെയ്യാനോ ഒന്നിനും ടൈം ഉണ്ടായില്ല. ഇൻഡിഗോ ഡിലേ ആയത് ബ്രിട്ടീഷ് എയർവേസ് ഡിലേ ആക്കാതെ മാക്സിമം അത് ഫാസ്റ്റ് അപ്പ് ചെയ്ത് നമ്മളെല്ലാവരും ട്രെയിനകത്ത് കയറ്റി. പിന്നെ അവരുടെ ഫുഡുകൾ ഇതായിരുന്നു. ഏതോ ഒരെണ്ണം എനിക്ക് മിസ്സായി, ഞാൻ ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ലാൻഡ് ചെയ്യേണ്ട UKയിലെ ഹീത്രോ എയർപോർട്ടിലെത്തി. അവിടുത്തെ ഇമിഗ്രേഷനും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പെട്ടിയും കളക്ട് ചെയ്ത് നേരെ ഫ്രണ്ടിൻ്റെ കാറിൽ കയറി പോന്നു. ബാറ്ററി തീരാറായതുകൊണ്ട് ഈ വീഡിയോയുടെ വെച്ച് തീർക്കുന്നു. ബൈ.